ഇന്ത്യയിൽ മൃഗങ്ങളെ ഒരുപാട് സംരക്ഷിക്കണം എന്ന് ഉറച്ച് വാദിക്കുന്ന ഒരു വ്യക്തിയാണ് മേനകാ ഗാന്ധി. മൃഗങ്ങളെ ഒരു കാരണവശാൽ കൊല്ലരുത്, മൃഗങ്ങൾ നിരപരാധികളാണ്, മൃഗങ്ങൾ പഞ്ചപാവങ്ങളാണ്, അവ ഒരിക്കലും മനുഷ്യനെ വെറുതെ ആക്രമിക്കില്ല, തക്കതായ കാരണമില്ലാതെ മനുഷ്യനെ ആക്രമിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ നായ്ക്കളെയൊക്കെ കേരളത്തിൽ പിടിക്കുന്നതിന് പകരം അവരെ ഒന്നും ചെയ്യരുതെന്നുള്ള നിയമം ഓൾ ഇന്ത്യ ബേസിൽ കൊണ്ടുവന്നത് ഈ വ്യക്തിയാണ്. പണ്ടൊക്കെ നായ്ക്കളെ പിടിക്കുമായിരുന്നു പഞ്ചായത്തുകാർ, പിടിച്ചിട്ട് കൊല്ലുമായിരുന്നു. കാരണം നായ്ക്കൾ, പ്രത്യേകിച്ചും വീട്ടിൽ വളർത്താത്ത നായ്ക്കൾ, കഴുത്തിൽ സ്ട്രാപ്പ് ഇടാത്ത നായ്ക്കൾ, ഇഞ്ചക്ഷനൊന്നും കുത്തി വയ്ക്കാത്ത നായ്ക്കൾ ഒക്കെ തെണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവർക്ക് പേവശവും ഉണ്ടാവും. മാത്രമല്ല ഒരുപാട് ആളുകളെ അത് ആക്രമിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേരെ ആക്രമിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ട്, ചിലരെ കടിച്ച് കൊന്നിട്ടുണ്ട്, കൊച്ചുകുട്ടികളെയൊക്കെ മൃഗീയമായി ആക്രമിച്ചിട്ടുണ്ട്, അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന പോലെ പഞ്ചായത്തുകാർ ഇവരെ പിടിക്കാത്തതിൻ്റെ കാരണം മേനകാ ഗാന്ധിയുടെ ഈ നിയമമാണ്. ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ കൊല്ലരുതെന്ന് അവർ പറഞ്ഞിരിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഏതായാലും ആ കടുവ ചത്തു. കഴുത്തിലൊക്കെ ആഴത്തിൽ മുറിവുണ്ട്. അത് വേറെ ഏതോ കടുവയുമായിട്ടുള്ള സംഘർഷത്തിലാണ് ചത്തതെന്നാണ് പറയുന്നത്. ആ മരിച്ച സ്ത്രീയുടെ മോതിരവും അവരുടെ വളകളും ഒക്കെ അതിൻ്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് ഫോറസ്റ്റുകാർ വെച്ചിരിക്കുന്ന കെണിയിൽപ്പെട്ടിട്ട് മരിച്ചതാണോ അതോ ആരെങ്കിലും അതിനെ തല്ലിക്കൊന്നാണോ? കാരണം മനുഷ്യൻ ദേഷ്യം വന്നാൽ മനുഷ്യൻ കൈവെക്കും. കടുവയെ ഒന്നും ചെയ്യരുതെന്നുള്ള നിയമം ഉള്ളത് ഫോറസ്റ്റിൻ്റെ നിയമമാണ്. പക്ഷേ മനുഷ്യനെ മൃഗങ്ങൾ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന് പിരിയിളകും. പിന്നെ മനുഷ്യൻ കയറി പണിയും. അതിപ്പോൾ ആരെങ്കിലും കണ്ടെങ്കിലല്ലേ അത് മനുഷ്യനാണ് ചെയ്തതെന്നുള്ളത് അറിയുള്ളൂ. ആരും കാണാത്തിടത്തോളം സമയം അതാരാ ചെയ്തെന്നുള്ളത് അറിയില്ല. ആ കടുവ ഇവരെ ആക്രമിക്കുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് കാട് കയറി പോയതാണ്. പിന്നെ അതിനെക്കുറിച്ച് കേട്ടത് അതോരടുത്ത് ചത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. അതിന് കഴുത്തിന് മാരകമായ മുറിവുകൾ ഉണ്ട്. പക്ഷേ അത് പഴക്കമുള്ള മുറിവുകളാണത്രേ. കടുവകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാറുണ്ട്. പെട്ടെന്നത് ചാകാൻ എന്താണ് കാരണം എന്നുള്ളത് ആർക്കും അറിയില്ല. ചിലപ്പോൾ വിഷം കൊടുത്തതായിരിക്കും, വേറെ എന്തെങ്കിലും ചെയ്തതായിരിക്കും. എന്തായാലും എന്തോ സംഭവിച്ചു അവിടെ. ഫോറസ്റ്റുകാരുടെ അറിവില്ലാതെയും അവരൊന്നും ചെയ്യാതെയും മയക്കുവെടിയോ ഒന്നും വെക്കാതെയാണ് അത് ചത്തിരിക്കുന്നത്. ഏതായാലും അത് ചത്തു. അതോടെ അതിന് ശല്യം തീരും. മേനകാ ഗാന്ധിയെ പോലെയുള്ളവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർക്ക് ഏറ്റവും മുന്തിയനും AC റൂമിൻ്റെ അകത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ ജനങ്ങളുടെ വേദന അവർ അറിയുന്നുണ്ടോ? ജനങ്ങളുടെ കരച്ചിൽ അവർ അറിയുന്നുണ്ടോ? ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്.